നമസ്കാരം. സഹകാരി PSCയുടെ പുതിയൊരു PYQ സീരീസ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസ് സ്റ്റേജിൽ ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കാറ്റഗറി നമ്പർ 056/2025 വരുന്ന ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. സ്റ്റേജ് 1 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യ പേപ്പറാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എത്രത്തോളമാണ് ഇമ്പോർട്ടൻസ് ഉള്ളതെന്ന് അല്ലേ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി വർക്കൗട്ട് ചെയ്ത് അതിലെ ക്വസ്റ്റ്യൻസും ആൻസർ എന്നുള്ള രീതിയിലും കൂടി പഠിച്ചു പോകണം. അത് അത്രത്തോളം PSCയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മുൻവർഷ ചോദ്യങ്ങൾ PSC പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ മുൻവർഷ ചോദ്യങ്ങളും കൂടി ഇതോടൊപ്പം തന്നെ പഠിച്ചു പോവുക. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് തന്നെ കടക്കാം. ആദ്യത്തെ ചോദ്യത്തിലോട്ട് നമുക്ക് പോവാം. ഇങ്ങനെയാണ് ആദ്യത്തെ ചോദ്യം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കിയേ, ആദ്യത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ ഏതെല്ലാമാണ് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അപ്പൊ ശീതയുദ്ധം, കോൾഡ് വാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണിത്. നോക്കിക്കേ, ആദ്യം ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, പേൾ ഹാർബർ ആക്രമണം, അതുപോലെ വിയറ്റ്നാം യുദ്ധം, നാറ്റോയുടെ രൂപീകരണം, മ്യൂണിക് സമ്മേളനം. അപ്പൊ ഇതിൽ ഏതാണ് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത്? നമുക്കറിയാം ക്യൂബൻ മിസൈൽ പ്രതിസന്ധി ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ വിയറ്റ്നാം യുദ്ധം ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ ഏതാണ്? മ്യൂണിക് സമ്മേളനം ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടതാണോ? അല്ല. എന്നാൽ നാറ്റോയുടെ രൂപീകരണം ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ നോക്കുമ്പോൾ 1, 3, 4 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്നത് ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയും വിയറ്റ്നാം യുദ്ധവും അതുപോലെ എന്താണ് നാറ്റോയുടെ രൂപീകരണവുമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അതായത് എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ശരിയായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. മുഗൾ വാസ്തുവിദ്യയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മുഗൾ വാസ്തുവിദ്യയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രസ്താവന ഇങ്ങനെയാണ്: ഫത്തേപൂർ സിക്രിയിൽ കോട്ട സമുച്ചയം സ്ഥാപിച്ചത് ഷാജഹാൻ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ചെങ്കോട്ടയിലേക്കുള്ള ഉയർന്ന കവാടം ബുലന്ദ് ദർവാസ എന്നറിയപ്പെടുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഡൽഹിയിലെ മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ജഹാംഗീർ ആണ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിലെ ഫത്തേപൂർ സിക്രിയിലെ കോട്ട സമുച്ചയം സ്ഥാപിച്ചത് ഷാജഹാൻ ആണ് എന്ന് തന്നിരിക്കുന്നു. ഷാജഹാൻ ആണോ ഫത്തേപൂർ സിക്രിയിലെ കോട്ട സമുച്ചയം സ്ഥാപിച്ചത്? അല്ല, അത് അക്ബർ ആണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ചെങ്കോട്ടയിലേക്കുള്ള ഉയർന്ന കവാടം ബുലന്ദ് ദർവാസ എന്നറിയപ്പെടുന്നു. ബുലന്ദ് ദർവാസ എന്നറിയപ്പെടുന്നത് ചെങ്കോട്ടയിലേക്കുള്ള ഉയർന്ന കവാടത്തെ അല്ല. എന്താണ്? ജുമാ മസ്ജിദ്, അതായത് ഫത്തേപൂർ സിക്രിയിലെ ജുമാ മസ്ജിദിലേക്കുള്ള ഉയർന്ന കവാടത്തെയാണ് ബുലന്ദ് ദർവാസ എന്നറിയപ്പെടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഇനി മൂന്നാമത്തെ എന്താണ്? ഡൽഹിയിലെ മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ജഹാംഗീർ ആണ് എന്ന് പറയുന്നു. ഡൽഹിയിലെ മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ജഹാംഗീർ ആണോ? അല്ല, തെറ്റാണ്. ഔറംഗസീബാണ് സ്ഥാപിച്ചത്. അങ്ങനെ വരുമ്പോൾ ഈ 3 പ്രസ്താവനകളും തെറ്റാണ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ഒന്നും തന്നെ ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ തന്നിരിക്കുന്നവയിൽ ഒന്നും ശരിയല്ല എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. താഴെ പറയുന്നവയിൽ ഏതാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന്റെ ഭാഗമല്ലാത്തത്? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എന്താ തന്നിരിക്കുന്നത്? 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന്റെ ഭാഗമല്ലാത്തതേത് എന്നാണ് ചോദിക്കുന്നത്. മൗണ്ട് ബാറ്റൻ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കിയത് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ് അല്ലെ. മൗണ്ട് ബാറ്റൻ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കിയത്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? 1947 ഓഗസ്റ്റ് 15 മുതൽ ഇന്ത്യയെ സ്വാതന്ത്ര്യവും പരമാധികാരവുമായ ഒരു രാജ്യമായി പ്രഖ്യാപിച്ച നിയമമാണ് ഏതെന്ന് പറയുന്നത്? 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. നമ്മളോട് ഭാഗമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ബ്രിട്ടീഷ് രാജാവ് നിയമിക്കേണ്ട ഗവർണർ ജനറലിന്റെ ഓഫീസ് ഈ നിയമം സ്ഥാപിച്ചു. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന്റെ ഭാഗമല്ലാത്തതാണ് ചോദിക്കുന്നത്. ഇതെല്ലാം ഭാഗമായിട്ടുള്ള പ്രസ്താവനകളാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റും കൂടി നമുക്ക് നോക്കാം. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ ഡൊമിനിയനിൽ ചേരണമെന്നാണ് ഈ നിയമം നിർബന്ധിക്കുന്നത്. അങ്ങനെയാണോ? ഇന്ത്യൻ ഡൊമിനിയനിൽ ചേരണമെന്ന് ഈ നിയമം നിർബന്ധിക്കുന്നില്ല.
അങ്ങനെ വരുമ്പോൾ നാലാമത്തെ പ്രസ്താവന ഈ ഒരു 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന്റെ ഭാഗമല്ല. അതായത് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. അങ്ങനെ വരുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പൊ 3ന്റെ ഓപ്ഷൻ എന്താണ്? സി. 4 മാത്രം തെറ്റെന്നുള്ളതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. താഴെ പറയുന്നവരിൽ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ? വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ ആരായിരുന്നു എന്നാണ് ചോദ്യം. ചോദ്യത്തിൽ നമുക്ക് നോക്കിക്കേ, ഓരോ സ്റ്റേറ്റ്മെന്റിൽ ഓരോ വ്യക്തികളുടെ പേര് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലെ? നോക്കിക്കേ. ടി കെ മാധവൻ, 2 കെ പി കേശവമേനോൻ, 3 മന്നത്ത് പത്മനാഭൻ, 4 ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, അതുപോലെ 5 സി വി കുഞ്ഞിരാമൻ. ഇവരിൽ ആരൊക്കെയാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രധാന നേതാക്കൾ എന്നതാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം ടി കെ മാധവനും കെ പി കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, സി വി കുഞ്ഞിരാമൻ ഇവരെല്ലാവരും തന്നെ വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കളാണ്. അങ്ങനെ വരുമ്പോൾ നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ? മുകളിൽ പറഞ്ഞവരെല്ലാം വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കളിൽ ഉൾപ്പെടുന്നവരാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത 5ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. പണിമുടക്കുകൾ നടത്താൻ രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ ഒരു സംഘമായിരുന്നു സോവിയറ്റ്. എന്താണ്? പണിമുടക്കുകൾ നടത്താൻ വേണ്ടി രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ ഒരു സംഘമായിരുന്നു സോവിയറ്റ്. അത് ശരിയാണ് കേട്ടോ. റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ശരിയായ പ്രസ്താവനകളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പണിമുടക്കുകൾ നടത്താൻ രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ ഒരു സംഘമായിരുന്നു സോവിയറ്റ് എന്ന് പറയുന്നത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത നോക്കിക്കേ. ബോൾഷെവിക്കുകളുടെ അന്തിമ ലക്ഷ്യം സോഷ്യലിസം സ്ഥാപിക്കുക എന്നതല്ല, മറിച്ച് ഒരു റിപ്പബ്ലിക് സ്ഥാപിക്കുക എന്നതായിരുന്നു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ? അല്ല, തെറ്റാണ്. ബോൾഷെവിക്കുകളുടെ അന്തിമ ലക്ഷ്യം സോഷ്യലിസം സ്ഥാപിക്കുക എന്നതല്ല, മറിച്ച് ഒരു റിപ്പബ്ലിക് സ്ഥാപിക്കുക എന്നതായിരുന്നു എന്ന് പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ലെനിൻ സർക്കാരിന്റെ ആദ്യ പ്രവൃത്തി സമാധാന ഉത്തരവ് അംഗീകരിച്ചതായിരുന്നു. അതിലൂടെ റഷ്യ 1ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി. റഷ്യക്ക് പല പ്രദേശങ്ങളും നഷ്ടപ്പെട്ടു. ഇതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. റഷ്യൻ വിപ്ലവവുമായി അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. 1ാം ലോക മഹായുദ്ധ സമയത്ത് വീണുപോയ ഒരേ ഒരു രാജവംശമായിരുന്നു റോമനോവ് രാജവംശം. അത് തെറ്റാണ് കേട്ടോ. 1ാം ലോക മഹായുദ്ധ സമയത്ത് വീണുപോയ ഒരേ ഒരു രാജവംശമായിരുന്നു റോമനോവ് രാജവംശം എന്ന് പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ വരുമ്പോൾ 5ാമത്തെ ചോദ്യത്തിൽ ശരിയായിട്ട് വരുന്ന ഉത്തരം ഏതാണ്? 1, 3 മാത്രം എന്നതാണ് ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. 1ഉം 3ഉം മാത്രമാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോവാം. കേരള ചരിത്രത്തെക്കുറിച്ചുള്ള സ്രോതസ്സുകളെക്കുറിച്ച് ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? വീണ്ടും തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ ചോദിക്കുന്നത്. കേരള ചരിത്രത്തെക്കുറിച്ചുള്ള സ്രോതസ്സുകളുടെ കാര്യമാണ് ഇവിടെ ചോദിക്കുന്നത്. 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച തുഹ്ഫത്തുൽ മുജാഹിദീൻ പോർച്ചുഗീസ് കാലഘട്ടത്തിലെ രാഷ്ട്രീയ ചരിത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. അത് ശരിയായ പ്രസ്താവനയാണ് അല്ലെ? ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച ഒരു ചരിത്ര പുസ്തകമാണ് ഏത്? തുഹ്ഫത്തുൽ മുജാഹിദീൻ. അതിൽ എന്താണ്? പോർച്ചുഗീസ് കാലഘട്ടത്തിലെ രാഷ്ട്രീയ ചരിത്രമാണ് ഇതിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അത് ശരിയായ പ്രസ്താവനയാണ്. 2ാമത്തെ പ്രസ്താവന നോക്കിക്കേ. കേരളത്തെക്കുറിച്ചുള്ള പരാമർശം ഉൾക്കൊള്ളുന്ന ആദ്യ സംസ്കൃത കൃതിയാണ് കൗടില്യന്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തെക്കുറിച്ചുള്ള പരാമർശം ഉൾക്കൊള്ളുന്ന ആദ്യത്തെ സംസ്കൃത കൃതിയാണ് ഏതെന്ന് പറയുന്നത്? കൗടില്യന്റെ അർത്ഥശാസ്ത്രം. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഇനി 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദിവസേനയുള്ള പൂജകൾ നടത്തുന്നതിനായി ടിപ്പു സുൽത്താൻ വാർഷിക ഗ്രാൻഡ് അനുവദിച്ചതായി ക്ഷേത്രരേഖകളിൽ തെളിയുന്നു എന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവനയാണ് കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദിവസേനയുള്ള പൂജകൾ നടത്തുന്നതിനായി ടിപ്പു സുൽത്താൻ വാർഷിക ഗ്രാൻഡ് അനുവദിച്ചതായി ചരിത്രരേഖകൾ അല്ലെങ്കിൽ ക്ഷേത്രരേഖകളിൽ പറയുന്നു എന്നത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയല്ല എന്നുള്ളത് നമ്മൾ ചരിത്രം പഠിച്ചപ്പോൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ? 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. 14ാം നൂറ്റാണ്ടിൽ കൊല്ലം സന്ദർശിച്ച സ്പാനിഷ് സഞ്ചാരികളായിരുന്നു മാർക്കോ പോളോയും നിക്കോളോ കോണ്ടിയും. സ്പാനിഷ് സഞ്ചാരികളായിരുന്നു അവർ? അല്ല, സ്പാനിഷ് അല്ല, ഇറ്റാലിയൻ സഞ്ചാരികളായിരുന്നു മാർക്കോ പോളോയും അതുപോലെ നിക്കോളോ കോണ്ടിയും എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 4ാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണോ? അല്ല, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്.
ഈ 14-ാം നൂറ്റാണ്ടിൽ കൊല്ലം സന്ദർശിച്ച ഇറ്റാലിയൻ സഞ്ചാരികളായിരുന്നു മാർക്കോ പോളോയും നിക്കോളോ കോണ്ടിയും എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 4-ാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ശരിയായി വരുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1ഉം 2ഉമാണ്. ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത് ശരിയല്ലാത്തതാണ്. ശരിയല്ലാത്തത് 3ഉം 4ഉമാണ്. അങ്ങനെ നോക്കുമ്പോൾ 3ഉം 4ഉം ഇവിടെ ഓപ്ഷനിൽ തന്നിട്ടില്ല. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ എന്തായി പോയി? നമ്മുടെ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ ഈ ഒരു ചോദ്യം ക്യാൻസൽ ആയി പോയൊരു ചോദ്യമാണ് ഈ ഒരു 6ാമത്തേത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, 3ഉം 4ഉമാണ് ഇവിടെ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? നോക്കിക്കേ, നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം നോക്കുക. നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. 1920 ഓഗസ്റ്റ് 1-ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. നമുക്കറിയാം, ശരിയാണല്ലേ? 1920 ഓഗസ്റ്റ് 1-നാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ഹിന്ദുക്കൾക്കിടയിലെ തൊട്ടുകൂടായ്മ നീക്കം ചെയ്യലും ഹിന്ദു മുസ്ലിം ഐക്യം പ്രോത്സാഹിപ്പിക്കലും പരിപാടികളുടെ ഭാഗമായിരുന്നു. എന്തൊക്കെയാണ്? ഹിന്ദുക്കൾക്കിടയിലെ തൊട്ടുകൂടായ്മ നീക്കം ചെയ്യലും ഹിന്ദു മുസ്ലിം ഐക്യം പ്രോത്സാഹിപ്പിക്കലും പരിപാടികളുടെ ഭാഗമായിരുന്നു എന്ന് പറയുന്നത് ശരിയാണ്. ഈ ഒരു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഒരു സവിശേഷത തന്നെയായിരുന്നു ഈ തന്നിരിക്കുന്നത്. അടുത്ത 3ാമത്തേത് നോക്കിക്കേ. ഏത് വിധേനയും സ്വയംഭരണം നേടിയെടുക്കുക എന്നതായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. അങ്ങനെയാണോ? ഏത് വിധേനയും സ്വയംഭരണം നേടിയെടുക്കുക എന്നത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം അല്ലായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ചൗരി ചൗര സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചു. ശരിയാണല്ലേ? ചൗരി ചൗര സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ച ഒരു സംഭവമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1ഉം 2ഉം 4ഉമാണ്. അത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എയിലാണ്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്ര സഭയുടെ ലക്ഷ്യം? ഐക്യരാഷ്ട്ര സഭയുടെ ലക്ഷ്യം ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? എന്തൊക്കെയാണ്? 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക. ശരിയാണല്ലേ? ഐക്യരാഷ്ട്ര സഭയുടെ ലക്ഷ്യമാണ് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക എന്നത്. അതുപോലെ 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. രാഷ്ട്രങ്ങൾക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തിയെടുക്കുക. അതും ഐക്യരാഷ്ട്ര സഭയുടെ ലക്ഷ്യം തന്നെയാണ്. രാഷ്ട്രങ്ങൾക്കിടയിൽ സൗഹൃദ ബന്ധം നിലനിർത്തുക അല്ലെങ്കിൽ വളർത്തിയെടുക്കുക എന്നുള്ളത്. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുക. അല്ലെ? അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുന്നതും ആരുടെ ലക്ഷ്യമാണ്? നമ്മുടെ ഈ ഐക്യരാഷ്ട്ര സഭയുടെ ലക്ഷ്യമാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? മനുഷ്യാവകാശങ്ങളോടും മൗലിക സ്വാതന്ത്ര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുക. മനുഷ്യാവകാശങ്ങളോടും മൗലിക സ്വാതന്ത്ര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നതും ഐക്യരാഷ്ട്ര സഭയുടെ ലക്ഷ്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവ എല്ലാം എന്നതാണ് നമ്മുടെ ശരിയായിട്ട് വരുന്ന ഉത്തരം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഐക്യരാഷ്ട്ര സഭയുടെ ലക്ഷ്യം എന്ന് ചോദിച്ച ചോദ്യത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന 4ഉം ശരി തന്നെയാണ്. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, 9ാമത്തെ ചോദ്യം നോക്കിക്കേ. കേരളത്തിലെ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ് എന്നാണ് ചോദ്യം. എന്താണ്? സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കണം, പരീക്ഷ വരുന്ന സമയത്ത് നമ്മൾ കാണുമ്പോൾ ആൻസേഴ്സ് എല്ലാം അറിയാമെന്ന് കരുതി ചാടിക്കേറി ഓപ്ഷൻസ് ഒക്കെ ഫില്ല് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ നോക്കുന്നത് തെറ്റായ പ്രസ്താവനയാണോ ശരിയായ പ്രസ്താവനയാണോ എന്ന്. PSC രണ്ടും തരും ഓപ്ഷനിൽ. നമ്മൾ എന്ത് ചെയ്യും? നേരെ തിരിച്ചായിരിക്കും ചെയ്യുന്നതും. അപ്പം അതുകൊണ്ട് എല്ലാവരും ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ആദ്യം അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ട് മാത്രം ഓപ്ഷൻസിലോട്ട്, അതായത് നമ്മുടെ സ്റ്റേറ്റ്മെന്റിലോട്ട് വരിക. ഓക്കെ, അപ്പം നമുക്ക് നോക്കിയാലോ. ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? 1903 ശ്രീനാരായണ ഗുരുവിന്റെ ആഭിമുഖ്യത്തിൽ SNDP യോഗം രൂപീകരിച്ചു എന്ന് പറയുന്നത് ശരിയായ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. 1903 തന്നെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആഭിമുഖ്യത്തിൽ എന്താണ് SNDP രൂപീകരിച്ചത്. അടുത്ത് നോക്കിക്കേ. 1905 ഡോക്ടർ പൽപ്പു ആണ് സാധുജന പരിപാലന സഭ സ്ഥാപിച്ചത്.
1908 യോഗക്ഷേമ സഭ സ്ഥാപിതമായി. അതുപോലെ ഓപ്ഷൻ ഡി എന്താ? 1914 മന്നത്ത് പത്മനാഭനാണ് NSS സ്ഥാപിച്ചത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മുടെ ഡോക്ടർ പൽപ്പു ആണോ സാധുജന പരിപാലന സംഘം അല്ലെങ്കിൽ സഭ രൂപീകരിച്ചത്? അല്ല. ആരാണടാ? അയ്യങ്കാളിയാണ് അല്ലെ? അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സഭ രൂപീകരിച്ചത്. അതും 1905 ആണോ? അല്ല. 1907 രൂപീകരിച്ച സാധുജന പരിപാലന സഭ ആരാണ്? അയ്യങ്കാളിയാണ് അല്ലെ? അങ്ങനെ നോക്കുമ്പോൾ ബി ആണ് ഇവിടെ തെറ്റായിട്ട് വരുന്ന പ്രസ്താവന എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ബാക്കി മൂന്നും ശരിയായ പ്രസ്താവനകളാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. താഴെ പറയുന്നവയിൽ ഏതാണ് 1857 കലാപത്തിന്റെ ഫലമായി ഉണ്ടായത്? 1857 കലാപത്തിന്റെ ഫലമായി സംഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായത് എന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ബ്രിട്ടീഷ് പാർലമെന്റ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കി. എന്താണ്? ബ്രിട്ടീഷ് പാർലമെന്റ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കി. ശരിയാണല്ലേ? ബ്രിട്ടീഷ് ഗവൺമെന്റ്, ബ്രിട്ടീഷ് പാർലമെന്റ് എന്ത് ചെയ്തു? ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത് 1857 കലാപത്തിന് ശേഷമാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന നോക്കിക്കേ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു, ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു. ശരിയാണ്. 1857 കലാപത്തിന് ശേഷമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രവർത്തനം അവസാനിപ്പിക്കുന്നതും അതുപോലെ തന്നെ ബ്രിട്ടീഷ് രാജ്ഞി എന്ത് ചെയ്യുന്നത്? ഇന്ത്യയെ ഏറ്റെടുക്കുന്നതും. അങ്ങനെ നോക്കുമ്പോൾ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന നോക്കിക്കേ. ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു. ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു. 1857 കലാപത്തിന് ശേഷമാണ് ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ അതും ശരിയാണ്. നാലാമത്തത് നോക്കിക്കേ. സാമുദായിക പ്രാതിനിധ്യവും ഡയാർക്കിയും നിലവിൽ വന്നു. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? സാമുദായിക പ്രാതിനിധ്യവും ഡയാർക്കിയും നിലവിൽ വന്നു എന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവനയാണ്. ദ്വിഭരണ ഗവൺമെന്റ് ഒന്നും അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ നാലാമത്തെ പ്രസ്താവന തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ശരിയായത് ഏതൊക്കെയാണ്? ഓപ്ഷൻ സിയിൽ പറഞ്ഞിട്ടുള്ള 1, 2, 3 എന്നീ പ്രസ്താവനകളാണ് ശരിയായത്, അല്ലെങ്കിൽ ഈ ഒരു 1857 കലാപത്തിന്റെ ഫലമായി ഉണ്ടായത്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 11ാമത്തെ ചോദ്യം നോക്കിക്കേ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് വലിയ തോതിലുള്ള ദുരന്ത നിവാരണ ആസൂത്രണത്തിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകളുടെ ഒരു പ്രധാന പരിമിതിയെ ഏറ്റവും നന്നായി വിവരിക്കുന്നത്? അതായത് ടോപ്പോഗ്രാഫിക് മാപ്പുകളുടെ പരിമിതിയെ വിവരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വലിയൊരു ചോദ്യമാണ്. ഈ ചോദ്യ പേപ്പർ കണ്ടപ്പോഴത്തേക്കും ഞെട്ടിയിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. PSC പരീക്ഷ എഴുതിയ സമയത്ത് ഫസ്റ്റ് സ്റ്റേജ് കിട്ടിയ ആൾക്കാരാണ് ഈ ഒരു ചോദ്യ പേപ്പർ കണ്ട് ഞെട്ടിയത് അല്ലേ? അപ്പൊ നോക്കിക്കേ, ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? വലിയ തോതിലുള്ള ദുരന്ത നിവാരണ ആസൂത്രണത്തിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകളുടെ പരിമിതിയെ ഏറ്റവും നന്നായി സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ വിവരിക്കുന്നത് ഈ താഴെ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് വായിക്കാം. എന്താണ്? അവ കൃത്യമായ ഉയരത്തിന്റെ വിശദാംശങ്ങൾ നൽകുന്നു, എന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഭൂപ്രദേശത്തുണ്ടാകുന്ന തത്സമയ മാറ്റം കണക്കിലെടുക്കാൻ അവയ്ക്ക് കഴിഞ്ഞേക്കില്ല എന്നതാണ് Aയിൽ തന്നിരിക്കുന്നത്. Bയിൽ എന്താണ്? അവ ഉയരം ചിത്രീകരിക്കുന്നതിന് സ്റ്റാൻഡേർഡ് കോണ്ടൂർ ലൈനുകൾ ഉപയോഗിക്കുന്നു. ഇത് നഗര ഗ്രാമീണ ഭൂപ്രകൃതികളെ വേർതിരിച്ചറിയാൻ അനുയോജ്യമല്ലാതാക്കുന്നു. അതുപോലെ സിയിൽ പറഞ്ഞിട്ടുള്ള എന്താ? ടോപ്പോഗ്രാഫിക് മാപ്പുകൾ ജലശാസ്ത്രപരമായ സവിശേഷതകളെക്കുറിച്ച് വിപുലമായ വിവരങ്ങൾ നൽകുന്നു, എന്നാൽ മനുഷ്യനിർമ്മിത അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഡി നോക്കിക്കേ. ടോപ്പോഗ്രാഫിക് മാപ്പുകൾ സ്ഥിരമായ ഭൂപ്രദേശ വിശകലനത്തിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതിനാൽ നഗരപ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യ ആസൂത്രണത്തിന് അവ ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദുരന്ത നിവാരണ, വലിയ തോതിലുള്ള ദുരന്ത നിവാരണ ആസൂത്രണത്തിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകളുടെ പരിമിതി എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഏറ്റവും അനുയോജ്യമായി വിവരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. അവ കൃത്യമായ ഉയരത്തിന്റെ വിശദാംശങ്ങൾ നൽകുന്നു, എന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഭൂപ്രദേശത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അതായത് തത്സമയ മാറ്റങ്ങളെ കണക്കിലെടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഇവയിൽ ഏറ്റവും അനുയോജ്യമായി വിവരിക്കുന്ന പ്രധാന പരിമിതി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോവാം. 12ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഭൂമിശാസ്ത്രപരമായ സമയപരിധിക്കുള്ളിൽ ഒരു ഭൂപ്രദേശത്തെ രൂപപ്പെടുത്തുന്നതിൽ കാലാവസ്ഥയും ഭൂരൂപീകരണ പ്രക്രിയകളും തമ്മിലുള്ള പരസ്പര ബന്ധം ഏറ്റവും നന്നായി വ്യക്തമാക്കുന്ന സാഹചര്യം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഭൂമിശാസ്ത്രപരമായ പരിമിതിക്കുള്ളിൽ ഒരു ഭൂപ്രദേശത്തെ രൂപപ്പെടുത്തുന്നതിൽ കാലാവസ്ഥയും ഭൂരൂപീകരണ പ്രക്രിയയും തമ്മിലുള്ള പരസ്പര ബന്ധം അതിനെ ഏറ്റവും നന്നായിട്ട് പറയുന്ന അല്ലെങ്കിൽ വ്യക്തമാക്കുന്ന സാഹചര്യം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് താഴെ പറയുന്നവയിൽ? ഓപ്ഷൻ എയിൽ നോക്കിക്കേ, കാര്യമായ അപക്ഷയം ഇല്ലാതിരുന്നിട്ടും വേഗത്തിലുള്ള നദീജന്യ മണ്ണൊലിപ്പ്, പ്രബലമായ ഈർപ്പമുള്ള ഉഷ്ണമേഖലാ പ്രദേശം. ഓപ്ഷൻ ബി നോക്കിക്കേ, ഒരു പെരിഗ്ലേഷ്യൽ പ്രദേശം, അവിടെ ആവർത്തിച്ചുള്ള തണുത്തുറയലും ഉരുകലും വസ്തുക്കളുടെ സ്ഥാനചലനത്തിനും ക്രമീകൃത ഭൂതല രൂപീകരണത്തിനും കാരണമാകുന്നു എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ സിയിൽ എന്താണ്? ഉയർന്ന താപനിലയും വരണ്ട സാഹചര്യങ്ങളും കാരണം രാസപരമായ അപക്ഷയം ഭൗതിക അപക്ഷയത്തെ മറികടക്കുന്ന ഒരു മരുഭൂമി പരിസ്ഥിതി. അതുപോലെ ഡിയിൽ പറയുന്നത് സമുദ്രനിരപ്പ് ഉയരുകയും കൊടുങ്കാറ്റ് പ്രവർത്തനം വർദ്ധിക്കുകയും ചെയ്തിട്ടും തുടർച്ചയായ നിക്ഷേപം അനുഭവപ്പെടുന്ന ഒരു തീരപ്രദേശം. ഇവിടെ നമുക്ക് ശരിയായിട്ട് വരുന്ന അല്ലെങ്കിൽ വ്യക്തമാക്കുന്ന സാഹചര്യം ഏതൊക്കെ തമ്മിൽ വ്യക്തമാക്കുന്ന? ഭൂപ്രദേശത്തെ രൂപപ്പെടുത്തുന്നതിൽ കാലാവസ്ഥ ഭൂരൂപീകരണ പ്രക്രിയകളും തമ്മിലുള്ള പരസ്പര ബന്ധം ഏറ്റവും നന്നായിട്ട് വ്യക്തമാക്കി തരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ഒരു പെരിഗ്ലേഷ്യൽ പ്രദേശം, അവിടെ ആവർത്തിച്ചുള്ള തണുത്തുറയലും ഉരുകലും വസ്തുക്കളുടെ സ്ഥാനചലനത്തിനും ക്രമീകൃത ഭൂതല രൂപീകരണത്തിനും കാരണമാകുന്നു എന്ന് പറയുന്നതാണ് ഇവിടെ ശരിയായി വരുന്ന പ്രസ്താവന എന്ന് പറയുന്നത്. ഇനി 13ാമത്തെ ചോദ്യം നോക്കിക്കേ. ഭാരതത്തിന്റെ ഭൂമിശാസ്ത്രാത്മക സവിശേഷതകൾ മൺസൂൺ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ ഏറ്റവും നല്ല രീതിയിൽ വിശദീകരിക്കുന്നത് ഏത് പ്രസ്താവനയാണ്? ഈ ചോദ്യ പാറ്റേൺസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏറ്റവും നല്ല രീതിയിൽ അല്ലെങ്കിൽ കൂടുതൽ ഉചിതമായ പ്രസ്താവന ഏതാണ്. ശരി എന്നല്ല, കറക്റ്റ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നല്ല പറയുന്നത്, ഉചിതമായ പ്രസ്താവനകൾ എന്നാണ് PSC ഈ ഒരു ചോദ്യ പേപ്പറിൽ കൂടുതലും ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഇവിടെ എന്താണ്? ഭാരതത്തിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ, അതിൽ മൺസൂൺ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഏറ്റവും ഉചിതമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്? ഓപ്ഷൻ എയിൽ നോക്കിക്കേ, ഹിമാലയങ്ങൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ വടക്കോട്ട് കടന്നു പോകുന്നത് തടഞ്ഞ് അവയെ നദീതീര പ്രദേശങ്ങളിൽ വൃഷ്ടി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ ഡെക്കാൻ പീഠഭൂമിക്ക് മൺസൂൺ വിതരണം ചെയ്യുന്നതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറയുന്നത് ശരിയാണോ? അല്ല, തെറ്റാണ്. അടുത്ത നോക്കിക്കേ, പടിഞ്ഞാറൻ ഘട്ടങ്ങൾ, കിഴക്കൻ ഘട്ടങ്ങൾ, ഹിമാലയങ്ങൾ, ഡെക്കാൻ പീഠഭൂമി എന്നിവ ഒരുമിച്ച് കൂടിയുള്ള ഓറോഗ്രാഫിക് ഫലങ്ങൾ, അതുപോലെ കാറ്റിന്റെ വഴിതിരിവ്, മഴനിഴൽ മേഖല എന്നിവ വഴി മൺസൂൺ മഴയുടെ പടർപ്പിനെ സ്വാധീനിക്കുന്നു. ഇത് പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു. നമുക്ക് ഏറ്റവും ഉചിതമായിട്ട് ഇത് തോന്നുന്നുണ്ട്. എങ്കിലും നമുക്ക് അടുത്ത സി ഓപ്ഷൻ നോക്കാം. ഭാരതത്തിന്റെ അർദ്ധദ്വീപ് ആകൃതിക്ക് മൺസൂണിനെ നേരത്തെ സ്വാധീനിക്കാനാകില്ല. കാരണം മൺസൂൺ കാറ്റുകൾ പ്രധാനമായും എൽനിനോ, ദക്ഷിണ ദേശാകലനം, അന്തർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്നിവ പോലുള്ള ആഗോള ഘടകങ്ങൾ നിയന്ത്രിക്കുന്നു. അതുപോലെ ഓപ്ഷൻ ഡി നോക്കിക്കേ, താർ മരുഭൂമി ഒരു ഉയർന്ന മർദ്ദ മേഖല സൃഷ്ടിച്ച് ഈർപ്പമുള്ള കാറ്റുകൾ ആകർഷിക്കുകയും എല്ലാ ഭാഗങ്ങളിലും ഒരേ രീതിയിലുള്ള മഴ ലഭ്യമാകുന്നതിനും സഹായിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഭാരതത്തിന്റെ ഭൂപ്രകൃതി സവിശേഷത അനുസരിച്ച് മൺസൂണിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ താഴെ പറയുന്നവയിൽ ഏറ്റവും ഉചിതമായിട്ട് വിശദീകരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ അതിൽ ഏറ്റവും ഉചിതമായിട്ട് വിശദീകരിക്കുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. പടിഞ്ഞാറൻ ഘട്ടങ്ങളെ, കിഴക്കൻ ഘട്ടങ്ങൾ, ഹിമാലയങ്ങൾ, ഡെക്കാൻ പീഠഭൂമി എന്നിവ ഒരുമിച്ച് കൂടിയുള്ള ഓറോഗ്രാഫിക് എഫക്ട്സ്, കാറ്റിന്റെ വഴിത്തിരിവ്, മഴനിഴൽ മേഖല എന്നിവ വഴി മൺസൂൺ മഴയുടെ പടർപ്പിനെ സ്വാധീനിക്കുന്നു. ഇത് പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതാണ് ഏറ്റവും ഉചിതമായിട്ട് നമുക്കിവിടെ പറയാൻ കഴിയുന്ന പ്രസ്താവന എന്ന് പറയുന്നത്. അടുത്ത 14ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, ഭാരതീയ മൺസൂണിന്റെ തീവ്രതയും വ്യത്യാസവും എന്താണ് നിർണ്ണയിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏറ്റവും ഉചിതമായ വിശദീകരണം. അടുത്തതും എന്താണ് ഇവിടെ ചോദിക്കുന്നത്? ഏറ്റവും ഉചിതമായ വിശദീകരണം ഏത് എന്നാണ് ചോദിക്കുന്നത്. ഭാരതീയ മൺസൂണിന്റെ തീവ്രതയും വ്യത്യാസവും എന്താണെന്ന് നിർണ്ണയിക്കുന്നതിൽ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഉചിതമായിട്ടുള്ളത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. നോക്കിക്കേ, ഓപ്ഷൻ എ നോക്കിക്കേ, ഭാരതീയ മൺസൂൺ സമുദ്രത്തിലും കരയിലുമുള്ള താപനില വ്യത്യാസത്താൽ മാത്രമാണ് നിയന്ത്രിക്കപ്പെടുന്നത്. ആഗോള കാലാവസ്ഥാ സംഭവങ്ങൾ ഇതിൽ ബാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഓപ്ഷൻ ബി നോക്കിക്കേ, അന്തർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്നതിന്റെ സ്ഥാനമാറ്റം, അതുപോലെ ജെറ്റ് സ്ട്രീം, ഭൗമശാസ്ത്ര പ്രതിഘാതങ്ങൾ, എൻസോ സംഭവങ്ങൾ എന്നിവയുടെ സംയുക്ത സ്വാധീനമാണ് ഭാരതീയ മൺസൂൺ രൂപപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഓപ്ഷൻ സിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്?
തെക്കു പടിഞ്ഞാറൻ മൺസൂണും വടക്കു കിഴക്കൻ മൺസൂണും പരസ്പരം ബന്ധമില്ലാത്ത വ്യത്യസ്തമായ പ്രതിഭാസങ്ങളാണ്. അവ പ്രാദേശിക കാറ്റ് സിസ്റ്റത്തിനനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കൂ. അതുപോലെ ഓപ്ഷൻ ഡിയിൽ എന്താ പറയുന്നത്? പശ്ചിമഘട്ടവും ഹിമാലയങ്ങളും മഴയുടെ തീവ്രത വർദ്ധിപ്പിക്കുന്ന ഒരു കാരണം മാത്രമാണ്. ഇവ വേനൽക്കാല വരൾച്ചയ്ക്കോ പ്രാദേശിക വ്യത്യാസങ്ങൾക്കോ കാരണമാകില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഏറ്റവും ഉചിതമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അന്തർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്നതിന്റെ സ്ഥാനമാറ്റം, അതുപോലെ ജെറ്റ് സ്ട്രീം, ഭൗമശാസ്ത്ര പ്രതിഘാതങ്ങൾ, എൻസോ സംഭവങ്ങൾ എന്നിവയുടെ സംയുക്ത സ്വാധീനമായാണ് ഭാരതീയ മൺസൂൺ രൂപപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കിക്കേ. പാലക്കാട് ചുരത്തിന്റെ പ്രാദേശിക കാലാവസ്ഥയിലും മനുഷ്യ പ്രവർത്തനങ്ങളിലും ഉള്ള വിപുലമായ സ്വാധീനം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഇവിടെയും ഉചിതമായി വിശദീകരിക്കുന്നത്, ഏറ്റവും ഉചിതമായിട്ട് വിശദീകരിക്കുന്നത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ പാലക്കാട് ചുരത്തിന്റെ കാര്യമാണ്. പാലക്കാട് ചുരത്തിന്റെ പ്രാദേശിക കാലാവസ്ഥയിലും മനുഷ്യ പ്രവർത്തനങ്ങളിലുമുള്ള വിപുലമായ സ്വാധീനം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത് ഏതാണ്? ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത് സി സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് കാലാവസ്ഥ ഗേറ്റ്വേ ആയി പ്രവർത്തിക്കുന്നു. ഈർപ്പമുള്ള കാറ്റുകൾ മഴ വിതരണത്തെ സ്വാധീനിക്കാനും അതോടൊപ്പം സാമ്പത്തികവും ചരിത്രപരവുമായ ബന്ധങ്ങൾ രൂപപ്പെടുത്താനും സഹായിക്കുന്നു എന്ന് പറയുന്ന സി സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഓക്കെ, എന്താണ്? പാലക്കാട് ചുരത്തിന്റെ പ്രാദേശിക കാലാവസ്ഥയിലും മനുഷ്യ പ്രവർത്തനങ്ങളിലും ഉള്ള വിപുലമായ സ്വാധീനം ഏറ്റവും ഉചിതമായിട്ട് സൂചിപ്പിക്കുന്നത് കാലാവസ്ഥ ഗേറ്റ്വേ ആയിട്ട് ആര് പ്രവർത്തിക്കുന്നുണ്ട്? പാലക്കാട് ചുരം പ്രവർത്തിക്കുന്നുണ്ട്. ഈർപ്പമുള്ള കാറ്റുകൾ മഴ വിതരണത്തെ സ്വാധീനിക്കാനും അതോടൊപ്പം തന്നെ സാമ്പത്തികവും ചരിത്രപരവുമായ ബന്ധങ്ങൾ രൂപപ്പെടുത്താനും സഹായിക്കുന്നതാണ് ഈ പറയുന്ന പാലക്കാട് ചുരത്തിന്റെ പ്രാദേശിക കാലാവസ്ഥയിൽ വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഉചിതമായിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. എക്കണോമിക്സ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ വരുമാനം എന്നറിയപ്പെടുന്നത്? നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഏതാണടാ? ഇതിൽ നിന്ന് നോക്കിയിട്ട് പറഞ്ഞേ. NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് അല്ലെങ്കിൽ ഘടകമൂല്യത്തിൽ അറ്റ ദേശീയ ഉൽപ്പന്നം, ഇതാണ് ദേശീയ വരുമാനം അല്ലെങ്കിൽ നാഷണൽ ഇൻകത്തെ അറിയപ്പെടുന്നത് ഘടകമൂല്യത്തിൽ അറ്റ ദേശീയ വരുമാനം. NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? നാഷണൽ ഇൻകം എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഹട്ടാവോ അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടത്? ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഹട്ടാവോ അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ് അല്ലെ? ഓപ്ഷൻ ഡി വരുന്ന 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഹട്ടാവോ ലക്ഷ്യമിട്ടത്. അടുത്തത് നോക്കിക്കേ. 18ാമത്തെ ചോദ്യം. നീതി ആയോഗിന്റെ ഘടനയെക്കുറിച്ചുള്ള സത്യമായ പ്രസ്താവന ഏതൊക്കെയാണ്? അതായത് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നീതി ആയോഗിന്റെ ചെയർമാൻ ആണ്. അതെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ ചെയർമാൻ അല്ലെ? ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. പ്ലാനിംഗ് കമ്മീഷനെ പോലെ നീതി ആയോഗിനും സ്ഥിരമായ 5 വർഷത്തെ കാലാവധി ഉണ്ട് എന്ന് പറയുന്നത് ശരിയാണോ? അല്ല, തെറ്റാണ്. പ്ലാനിംഗ് കമ്മീഷനെ പോലെ നീതി ആയോഗിനും സ്ഥിരമായ 5 വർഷത്തെ കാലാവധി ഉണ്ട് എന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവനയാണ്. അങ്ങനെ ഒരു കാലാവധി ഇല്ല. നീതി ആയോഗിന്റെ ഭരണ സമിതിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നു. അതെ, നീതി ആയോഗിന്റെ ഭരണസമിതിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നുണ്ട്. അവരെല്ലാവരും ചേർന്നതാണ് നീതി ആയോഗിന്റെ ഭരണസമിതി എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടുത്ത് നോക്കിക്കേ. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്ന് പറയുന്നത് ശരിയാണോ? അല്ല, ഭരണഘടനാ സ്ഥാപനമല്ല നീതി ആയോഗ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഏതൊക്കെയാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്? 1ഉം 3ഉം മാത്രമാണ് അല്ലെ? 1ഉം 3ഉം ശരിയായിട്ട് വരുന്ന പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് 1ഉം 3ഉം മാത്രം ശരിയായി വരുന്ന പ്രസ്താവന എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ് നമ്മുടെ ഉത്തരം? ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. നികുതി വരുമാനവും നികുതിയേതര വരുമാനവും സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? നമ്മുടെ SCERT-യിലുള്ള ഒരു ടോപ്പിക്കാണിത്. SCERT-യിൽ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നികുതി വരുമാനവും നികുതിയേതര വരുമാനവും, അതായത് ടാക്സ് റവന്യൂ നോൺ ടാക്സ് റവന്യൂവും റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അവിടെയും ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്.
നികുതി വരുമാനം വ്യക്തികളിൽ നിന്നും ബിസിനസ്സുകളിൽ നിന്നുമാണ് ഈടാക്കുന്നത്. എന്നാൽ നികുതിയേതര വരുമാനം ബിസിനസ്സുകളിൽ നിന്ന് മാത്രമാണ് ഈടാക്കുന്നത്. അങ്ങനെയാണോ? അല്ല, തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. നികുതി വരുമാനമാണെങ്കിലും നികുതിയേതര വരുമാനമാണെന്നുണ്ടെങ്കിലും വ്യക്തികളിൽ നിന്നും ബിസിനസ്സുകളിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നേടുന്നതാണ് അല്ലെങ്കിൽ ഈടാക്കുന്നതാണ്. അല്ലാതെ നികുതിയേതര വരുമാനം എന്ന് പറയുന്നത് ബിസിനസ്സുകളിൽ നിന്ന് മാത്രം ഈടാക്കുന്ന ഒന്നല്ല. അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റി. രണ്ടാമത്തെ നോക്കിക്കേ, നികുതി വരുമാനം സർക്കാർ നിർബന്ധിതമായി ഈടാക്കുന്ന നികുതികളിലൂടെ ലഭിക്കുന്ന വരുമാനമാണ്. അതേസമയം നികുതിയേതര വരുമാനം സർക്കാർ സേവനങ്ങൾ, ഫീസ്, നിക്ഷേപങ്ങൾ എന്നിവ വഴി ലഭിക്കുന്നതാണ്. ശരിയാണ്. അതായത് നികുതി വരുമാനം എന്ന് പറയുന്നത് സർക്കാരിലേക്ക് നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ടാക്സ് തന്നെയാണ്. എന്നാൽ അതേസമയം നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നതിന് ഉദാഹരണം ഏതൊക്കെയാണ്? ഫീസ്, അതുപോലെ നിക്ഷേപങ്ങൾ, സർക്കാർ സേവനങ്ങൾ എന്നിവ വഴി ലഭിക്കുന്നതാണ് ഏത്? നികുതി ഏതര വരുമാനം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, നികുതി വരുമാനവും നികുതിയേതര വരുമാനവും സർക്കാരിലേക്കുള്ള നിർബന്ധിത പേയ്മെന്റ്സുകൾ ആണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ നികുതി വരുമാനവും നികുതിയേതര വരുമാനവും സർക്കാരിലേക്കുള്ള നിർബന്ധിതമാണോ? അല്ല. സർക്കാരിലേക്കുള്ള നിർബന്ധിതമായിട്ടുള്ള പേയ്മെന്റ് ആണ് നികുതി. നമ്മൾ ടാക്സ് കൊടുത്തേ പറ്റുള്ളൂ, അത് നിർബന്ധമായിട്ട് നമ്മൾ അടയ്ക്കേണ്ടതാണ്. എന്നാൽ നികുതിയേതര വരുമാനം എന്ന് പറയുന്നത് നിർബന്ധിതമായിട്ട് നമ്മൾ അടയ്ക്കേണ്ട ഒന്നല്ല. അടുത്ത നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, നികുതിയേതര വരുമാനത്തിൽ പിഴകളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും കിട്ടുന്ന വരുമാനം ഉൾപ്പെടുന്നു, എന്നാൽ പലിശ വരുമാനം ഉൾപ്പെടുന്നില്ല. തെറ്റാണ്. നികുതിയേതര വരുമാനത്തിൽ പലിശയും ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ്? 1, 3, 4 തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നാൽ രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്നതും ശരിയായ പ്രസ്താവനയാണ്. ഓപ്ഷൻ ബി 2 മാത്രം എന്നുള്ളതാണ് ഇവിടെ ശരിയായി വരുന്ന പ്രസ്താവന എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 20ാമത്തെ ചോദ്യം, വരുമാന കമ്മിയും ധനക്കമ്മിയും തമ്മിലുള്ള വ്യത്യാസം ശരിയായി വ്യക്തമാക്കുന്ന പ്രസ്താവന ഏത്? ഏതൊക്കെയാണടാ? വരുമാന കമ്മിയും ധനക്കമ്മിയും തമ്മിലുള്ള വ്യത്യാസം ശരിയായി വ്യക്തമാക്കുന്ന പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത്. റവന്യൂ കമ്മി ഉണ്ടാകുന്നത് റവന്യൂ വരുമാനം റവന്യൂ ചെലവിനേക്കാൾ കുറവാകുമ്പോഴാണ്. അതേസമയം ധനക്കമ്മി പ്രതിനിധീകരിക്കുന്നത് കടബാധ്യത കൂടാതെയുള്ള ആകെ വരവിൽ നിന്ന് അധികമായി വരുന്ന ആകെ ചിലവാണ് എന്ന് പറയുന്നു. അടുത്ത ബി നോക്കിക്കേ, റവന്യൂ കമ്മി ആകെ വരുമാനത്തിനും ആകെ ചെലവിനും ഇടയിലുള്ള വ്യത്യാസമാണ്. അതേസമയം ധനക്കമ്മി പൊതുകടം ഒഴിച്ചുള്ള നികുതി വരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സി നോക്കിക്കേ, വരുമാന കമ്മിയിൽ കടബാധ്യത ഇല്ലാത്ത മൂലധന ചെലവുകൾ ഉൾപ്പെടുന്നു. അതേസമയം ധനക്കമ്മിയിൽ റവന്യൂ ചെലവുകളും മൂലധന ചെലവുകളും ഉൾപ്പെടുന്നു. ഓപ്ഷൻ ഡിയിൽ എന്താണ്? റവന്യൂ കമ്മി എന്നത് റവന്യൂ ചിലവിൽ നിന്നും റവന്യൂ വരുമാനവും തമ്മിലുള്ള വ്യത്യാസമാണ്. അതേസമയം ധനക്കമ്മി എന്നത് കടബാധ്യതയോട് കൂടിയ ആകെ വരുമാനത്തിൽ നിന്ന് അധികമായി വരുന്ന ചിലവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഏതാണ്? വരുമാന കമ്മിയും ധനക്കമ്മിയും തമ്മിലുള്ള വ്യത്യാസം ശരിയായിട്ട് വ്യക്തമാക്കുന്നത് ഓപ്ഷൻ എ ആണ്. റവന്യൂ കമ്മി ഉണ്ടാകുന്നത് റവന്യൂ വരുമാനം റവന്യൂ ചെലവിനേക്കാൾ കുറവാകുന്ന സമയത്താണ് കമ്മി ഉണ്ടാവുന്നത്, അല്ലെ? കമ്മിയാകുന്നത്. അതേസമയം ധനക്കമ്മി പ്രതിനിധീകരിക്കുന്നത് എന്താണ്? കടബാധ്യത കൂടാതെയുള്ള ആകെ വരവിൽ നിന്ന് അധികമായി വരുന്ന ആകെ ചിലവിനെയാണ് സൂചിപ്പിക്കുന്നത്. അതാണ് ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ, എല്ലാ സർക്കാർ സേവനങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഒരു സംരംഭമാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ ഏത് വകുപ്പുകളാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ രൂപീകരിച്ചത്? NEGP രൂപീകരിച്ചത് ഏത് വകുപ്പുകളാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഒന്നാമത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, 2 ഭരണ പരിഷ്കാരങ്ങളുടെയും പൊതുപരാതികളുടെയും വകുപ്പ്, അതുപോലെ കേന്ദ്ര ഇ ഗവേണൻസ് വകുപ്പ്, 4 ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി ഓഫീസ്. ഇതിൽ ഏത് വകുപ്പാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ രൂപീകരിച്ചത്? ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും ഭരണ പരിഷ്കാരങ്ങളുടെയും പൊതുപരാതികളുടെയും വകുപ്പ്. അതായത് ഓപ്ഷൻ ബി ആയിട്ട് വരുന്ന 1ഉം 2ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഇ ഗവേണൻസ് പ്ലാൻ രൂപീകരിച്ച വകുപ്പുകൾ? ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും അതുപോലെ ഭരണ പരിഷ്കാരങ്ങളുടെയും പൊതുപരാതികളുടെയും വകുപ്പ്. ഇവയാണ് ഈ ഒരു ഇ ഗവേണൻസ് രൂപീകരിച്ചത്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കിക്കേ, വിവരാവകാശ നിയമത്തിലെ
സെക്ഷൻ 24 പ്രകാരം കേരള സർക്കാർ ചില സംഘടനകളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ വിവരങ്ങൾ നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. ഏത് സാഹചര്യങ്ങളിലാണ് ഈ ഒഴിവാക്കിയിട്ടുള്ള നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ചില സംഘടനകൾ ഈ പറയുന്ന സാഹചര്യങ്ങളിൽ വിവരം നൽകാൻ ബാധ്യസ്ഥയാണ്? അത് ഏത് അവസ്ഥ അല്ലെങ്കിൽ ഏത് സാഹചര്യങ്ങളിൽ എന്നാണ് ചോദിക്കുന്നത്. പോലീസിംഗ്, അതുപോലെ അഴിമതി, മനുഷ്യാവകാശ ലംഘനങ്ങൾ, അഭിമാന കൊലകൾ, ഇതിൽ ഏത് സാഹചര്യങ്ങളിലാണ് ഇവരും വിവരങ്ങൾ നൽകാൻ ബാധ്യസ്ഥരായിട്ട് വരുന്നത്? പറഞ്ഞ ഉത്തരം ഓപ്ഷൻ ബി ആണ് അല്ലെ. രണ്ടും മൂന്നും അതായത് അഴിമതിയും മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നിവ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഒഴിവാക്കിയിട്ടുള്ള സംഘടനകൾ പോലും നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അവർ വിവരങ്ങൾ നൽകാൻ ബാധ്യസ്ഥരാകുന്നുണ്ട്. അതാണ് ചോദ്യം 22 പറയുന്നത്. ഇനി 23ാമത്തെ ചോദ്യം നോക്കിക്കേ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. 1985 ഭരണഘടനയിൽ ചേർത്തു. അതെ, കൂറുമാറ്റ നിരോധന നിയമം 1985 ഭരണഘടനയിൽ ചേർക്കുന്നത്. ഏത് ഭേദഗതി നിയമത്തിലൂടെയാണ്? 52ാം ഭേദഗതി നിയമമാണ്. ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഷെഡ്യൂൾ എന്ന് പറയുന്നത് 10ാം ഷെഡ്യൂൾ ആണ്. അങ്ങനെ നോക്കുമ്പോൾ 1, 2, 3 ശരിയായ പ്രസ്താവനകളാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ് എന്നുള്ളതാണ് ശരിയായിട്ട് വരുന്ന ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. വകുപ്പ് വൽക്കരണത്തിന്റെ 4 അടിസ്ഥാനങ്ങൾ 4 Ps എന്നറിയപ്പെടുന്നു. അവ ഏതെല്ലാം? 4 Ps എന്നറിയപ്പെടുന്നത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 24ാമത്തെ ചോദ്യമാണ്. ഇതിൽ ഏതൊക്കെയാണ്? ഉദ്ദേശ്യം, സ്ഥാനക്കയറ്റം, അതുപോലെ പ്രക്രിയ, വ്യക്തികളും സ്ഥലങ്ങളും. ഇതിൽ ഏതാണടാ ശരിയായിട്ട് വരുന്നത്? വകുപ്പ് വൽക്കരണത്തിന്റെ 4 അടിസ്ഥാനങ്ങൾ അല്ലെങ്കിൽ 4 Ps അറിയപ്പെടുന്നത് 1, 3, 4 1, 3, 4 ഇവിടെ വരുന്ന ശരിയായ 4 Ps എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഉത്തരമായിട്ട് വരുന്നത്? 4 Ps വരുന്നത് 1, 3, 4. 4 P എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഉദ്ദേശ്യം, അതായത് പർപ്പസ് അല്ലെ, പർപ്പസ്. അതുപോലെ പ്രക്രിയ എന്ന് പറയുന്നത് പ്രോസസ്. അതുപോലെ എന്താണ്? വ്യക്തികളും സ്ഥലങ്ങളും, അതാണ് പീപ്പിൾ ആൻഡ് പ്ലേസസ്. ഇതാണ് ഏതിൽ വരുന്നത്? വകുപ്പ് വൽക്കരണത്തിന്റെ 4 അടിസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇത് 4 വരുന്നത് ഏതാണ്? 1, 3, 4 അതായത് ഓപ്ഷൻ സി ആണ്. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കിക്കേ. 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ എന്നുള്ളതാണ് 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനം അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ തിരിച്ചറിയുക. 73ാം ഭേദഗതിയാണ്. നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനം അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? നോക്കിക്കേ. നാഗാലാൻഡ്, മിസോറാം, ജമ്മു കാശ്മീർ, മേഘാലയ. ഇതിൽ 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? നാഗാലാൻഡും അതുപോലെ മിസോറാമും മേഘാലയ. 1, 2, 4 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരിയായിട്ട് വരുന്നത്. ജമ്മു കാശ്മീർ മാത്രം ഇതിൽ ഉൾപ്പെടുന്നതല്ല. അതായത് ഈ പറയുന്ന 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമായിട്ടുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ ആണ്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊന്നും നേരിട്ട് ബന്ധമില്ല. അടുത്ത 27ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തത്. ചോദ്യം ശ്രദ്ധിക്കുക. അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും. ഇവിടെ 2 ഡേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട വർഷം എന്നാണ്? 1949 നവംബർ 26 അല്ലെ. നടപ്പിലാക്കിയത് എന്നാണ്? ജനുവരി 26, 1950 അപ്പൊ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടതാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. അതെന്താണ്? നവംബർ 26, 1949. അതുപോലെ നടപ്പിലാക്കുകയും ചെയ്തത് ഏത് വർഷമാണ്? 1950 ജനുവരി 26. അങ്ങനെയാവുമ്പോൾ ഓപ്ഷൻ സി ആണ്. ആ ചോദ്യത്തിനനുസരിച്ച് തന്നെ ഉത്തരവും സെലക്ട് ചെയ്യുക, തിരിഞ്ഞു പോകരുത്. അടുത്ത് നോക്കിക്കേ. ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ റൂൾ നടപ്പിലാക്കാനുള്ള വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 356. ആർട്ടിക്കിൾ 356 പ്രകാരമാണ് ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് പ്രസിഡൻഷ്യൽ റൂൾ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കിക്കേ.
ഇന്ത്യൻ ഭരണഘടനയിലെ മിനി റിവിഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി ഏതാണ്? നമ്മുടെ PSC ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്യാൻസൽ ചെയ്ത ഒരു ചോദ്യമാണിത്. മിനി റിവിഷൻ എന്ന് കൊടുത്തത് കൊണ്ട് ക്യാൻസൽ ചെയ്തു. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആണല്ലേ. അടുത്ത ചോദ്യം നോക്കാം. 30ാമത്തെ ചോദ്യം നോക്കിക്കേ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 17 ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? തൊട്ടുകൂടായ്മ നിർത്തലാക്കലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത് കേട്ടോ. തൊട്ടുകൂടായ്മയുമായി അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 17. അടുത്തത് നോക്കിക്കേ. ചോദ്യം 31. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ. കുമാരനാശാന്റെ ഏത് കൃതിയിലെ വരികളാണിത്? ഏത് കൃതിയിലെ പ്രശസ്തമായ വരികളാണ് ഈ തന്നിരിക്കുന്നത്? മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ എന്ന് പറയുന്നത് ദുരവസ്ഥ അല്ലെ. കുമാരനാശാന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു കൃതിയാണ്, അല്ലെങ്കിൽ ദുരവസ്ഥ എന്ന് പറയുന്നത്. അതിലെ വരികളാണ് ഈ തന്നിരിക്കുന്നത്. അടുത്തത് നോക്കിക്കേ. ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടാണ് കടമ്മനിട്ട എന്ന സ്ഥലം പ്രശസ്തമായത്? ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടാണ് കടമ്മനിട്ട എന്ന സ്ഥലം പ്രശസ്തമായത്? പടയണിയാണ് കേട്ടോ. പടയണിയുമായി ബന്ധപ്പെട്ടാണ് കടമ്മനിട്ട എന്ന സ്ഥലം പ്രശസ്തമായിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കിക്കേ. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ്? സമത്വ സമാജം, സമത്വം ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. അയ്യാ വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് നേടിത്തന്നത് ശ്രീ PJ ആന്റണി ആണ്. ഇവിടെ നിന്ന് മറ്റൊരു ഉത്തരം കൂടി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സിനിമ ഏത് എന്നാണ് ചോദ്യം. അപ്പൊ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായിട്ട് മലയാളത്തിന് നേടിത്തന്നത് ആരാണ്? ശ്രീ PJ ആന്റണി ആണ്. ഏത് സിനിമയ്ക്കാണ് കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർമാല്യം എന്ന സിനിമയ്ക്കാണ് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് കൊണ്ടുവന്നത് ശ്രീ PJ ആന്റണി നിർമാല്യം എന്ന ചിത്രത്തിലൂടെയാണ്. അംബ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലീന മലയാള നോവൽ ഏത്? അംബ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അതാണ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ. അത് കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലീന മലയാള നോവൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സമുദ്രശിലയാണ് അംബ കേന്ദ്ര കഥാപാത്രമായി വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളിയാണ് ചേരമാൻ ജുമാ മസ്ജിദ്. അത് സ്ഥിതി ചെയ്യുന്നത് കൊടുങ്ങല്ലൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് മലയാള ദിനപത്രമാണ് ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന് പറഞ്ഞത്? ഏത് മലയാള ദിനപത്രമാണ്? സ്വദേശാഭിമാനിയാണ് ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചത്. അടുത്ത ചോദ്യം നോക്കിക്കേ. ഒളിമ്പിക് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം എന്നാണ്? ഏത് വർഷമാണ് ഒളിമ്പിക് സത്യപ്രതിജ്ഞ നടത്തിയത്? ആദ്യമായിട്ട് ഒളിമ്പിക് സത്യപ്രതിജ്ഞ നടത്തിയ വർഷം ഏതാണ്? 1920 ആണ്. 1920 ആണ് ഒളിമ്പിക് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ. ലിബറോ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലിബറോ എന്ന പദം ഏത് കളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വോളിബോൾ ആണ് കേട്ടോ. വോളിബോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദമാണ് ലിബറോ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വോളിബോൾ. അടുത്ത ചോദ്യം നോക്കിക്കേ. ബംഗ്ലാദേശിന്റെ ദേശീയ കളി ഏതാണ് ബംഗ്ലാദേശിന്റെ ദേശീയ കളി എന്ന് പറയുന്നത്? അതെ, നമുക്ക് മറക്കാൻ പറ്റില്ല, കബഡിയാണ് അല്ലെ. കബഡിയാണ് ബംഗ്ലാദേശിന്റെ ദേശീയ കളി എന്ന് പറയുന്നത്. 41ാമത്തെ ചോദ്യം നോക്കിക്കേ. താഴെ പറയുന്നവയിൽ സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തവ ഏതാണ്? IT റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. താഴെ പറയുന്നവയിൽ സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തവ ഏതാണ്? ലിബ്രെ ഓഫീസ് കാൽക്ക് അല്ലാത്തതാണ് ചോദിക്കുന്നത്, അതായത് തെറ്റായിട്ടുള്ളതാണ് ചോദിക്കുന്നത്. നോക്കിക്കേ. ലിബ്രെ ഓഫീസ് കാൽക്ക്, അതുപോലെ മൈക്രോസോഫ്റ്റ് എക്സൽ, ആപ്പിൾ നമ്പേഴ്സ്, അതുപോലെ ഗൂഗിൾ ഷീറ്റ്സ്. ഇതിൽ സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തവയാണ് ചോദിക്കുന്നത്. ലിബ്രെ ഓഫീസ് കാൽക്ക് ഒരു സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ ആണ്.
മൈക്രോസോഫ്റ്റ് എക്സലും ഒരു സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ ആണ്. അതുപോലെ ആപ്പിൾ നമ്പേഴ്സ് എന്ന് പറയുന്നതും ഒരു സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ ആണ്. ഗൂഗിൾ ഷീറ്റ്സ് എന്ന് പറയുന്നതും സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ ആണ്. അങ്ങനെ വരുമ്പോൾ സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ അല്ലാത്തതായിട്ട് ഏതെങ്കിലും ഉണ്ടോ ഇവിടെ? ഒന്നുമില്ല. അപ്പോൾ മുകളിൽ പറയുന്നവ ഒന്നും അല്ല എന്നുള്ളതാണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായി വരുന്ന പ്രസ്താവന എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറയുന്നവയെല്ലാം സ്പ്രെഡ്ഷീറ്റ് ആണ്, അല്ലാത്തവയായിട്ട് ഒന്നും തന്നെ ഇല്ല. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണമായിട്ട് പറയാൻ കഴിയുന്നത് ഏതാണ്? മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് കേട്ടോ. മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ് ഹാർഡ് ഡിസ്കിന് ഉദാഹരണമായിട്ട്, അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. താഴെ പറയുന്നവയിൽ ഏത് പ്ലാറ്റ്ഫോമാണ് വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്നത്? വീഡിയോ കോൺഫറൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, മൈക്രോസോഫ്റ്റ് ടീംസ്, ഗൂഗിൾ മീറ്റ്, സൂം, ഗൂഗിൾ ക്ലൗഡ്. ഏതൊക്കെയാണ്? മൈക്രോസോഫ്റ്റ് ടീംസ്, അതുപോലെ ഗൂഗിൾ മീറ്റ്, സൂം, പിന്നെ ഗൂഗിൾ ക്ലൗഡ്. ഇതിൽ നമുക്കറിയാം വീഡിയോ കോൺഫറൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് ടീംസ് എന്ന് പറയുന്നത്. ഗൂഗിൾ മീറ്റും വീഡിയോ കോൺഫറൻസിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സൂമും എന്തിനു വേണ്ടിയിട്ടാണ്? വീഡിയോ കോൺഫറൻസിങ് ആണ്. എന്നാൽ ഗൂഗിൾ ക്ലൗഡ് എന്ന് പറയുന്നത് വീഡിയോ കോൺഫറൻസിങ്ങിന് വേണ്ടിയിട്ടല്ല, സ്റ്റോറേജിൻ്റെതാണ്. അപ്പോൾ താഴെ പറയുന്നവയിൽ ഏത് പ്ലാറ്റ്ഫോമാണ് വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1, 2, 3, അതായത് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കിക്കേ. 44ാമത്തെ ചോദ്യം, ഓൺലൈൻ ഹരാസ്മെന്റ് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓൺലൈൻ ഹരാസ്മെന്റ് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ചോദിക്കുന്നത്. ഓൺലൈൻ ഹരാസ്മെന്റ് ഏത് വിഭാഗത്തിലാണ്? ഫിഷിങ്ങിലാണോ, സ്പാമിങ്ങിലാണോ, സൈബർ ബുള്ളിങ്ങിലാണോ, ഹാക്കിങ്ങിലാണോ? നമ്മളിപ്പോൾ ഏറ്റവും അധികം കേൾക്കുന്ന വേർഡാണ് സൈബർ ബുള്ളിങ് അല്ലേ? അപ്പോൾ സൈബർ ബുള്ളിങ് എന്ന വിഭാഗത്തിൽ പെടുന്നതാണ് ഓൺലൈൻ ആയിട്ടുള്ള ഹരാസ്മെന്റ്. സൈബർ ബുള്ളിങ്ങിൽ പെടുന്ന ഒരു വാക്കാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. ലാൻഡ്, വാൻ എന്നിവയെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാം? വീണ്ടും ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്, ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. വാൻ ലാനിനേക്കാൾ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു. വാൻ എന്ന് വെച്ചാൽ എന്താ? വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ വാൻ ലാനിനേക്കാളും കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നത് ശരിയാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ? ലാനിന് വാനിനേക്കാൾ വേഗതയുണ്ട്. അത് തെറ്റാണ് അല്ലേ? ലാനിന് വാനിനേക്കാൾ വേഗതയുണ്ടോ? ഇല്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ലാനിന് വാനിനേക്കാൾ വേഗതയുണ്ട്. നമുക്ക് തിരിച്ചു തോന്നാം, കാരണം വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആയതുകൊണ്ട് അതാണല്ലോ ഏറ്റവും വലുത്. അപ്പോൾ അങ്ങനെ നമുക്ക് തോന്നാം. പക്ഷേ ഇവിടെ ആർക്കാണ്? ലാനിന് വാനിനേക്കാളും. കാരണം ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു ഓഫീസ് കെട്ടിടം പോലൊക്കെ ഒരു ബിൽഡിങ്ങിനകത്ത് വരുന്ന നെറ്റ്വർക്കാണ്. അപ്പോൾ പൊതുവേ നോക്കുമ്പോൾ വാനിനേക്കാളും കൂടുതൽ വേഗത എവിടെ ഉണ്ട്? ലാനിലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അതായത് ലാനിന് വാനിനേക്കാൾ വേഗതയുണ്ട്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. വാനിന് ലാനിനേക്കാൾ വില കുറവാണ് എന്ന് പറയുന്നത് തെറ്റാണ് അല്ലേ? വൈഡ് ഏരിയ നെറ്റ്വർക്കിന് ഒരിക്കലും ലാനിനേക്കാളും കുറഞ്ഞ വില അല്ല ഉള്ളത്. നാലെന്താണ്? ലാനിന്റെ പൂർണ്ണനാമം ലാർജ് ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. അത് തെറ്റാണ്. ലാർജ് ഏരിയ നെറ്റ്വർക്ക് അല്ല, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ് ലാനിന്റെ പൂർണ്ണനാമം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ശരിയായിട്ട് വരുന്ന പ്രസ്താവന ഏതൊക്കെയാണെടാ? 1ഉം 2ഉമാണ്. 1ഉം 2ഉം ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ എയിലാണ് അല്ലേ? ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായി വരുന്ന പ്രസ്താവന എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ. 46ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തെ സംബന്ധിച്ച് ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ, അതായത് ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതുമായി ബന്ധപ്പെട്ടാണ്? ദേശീയ ബഹിരാകാശ ദിനാഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? എല്ലാ വർഷവും ഓഗസ്റ്റ് 23-ന് ആചരിച്ചു വരുന്നു. അതെ, എല്ലാ വർഷവും ഓഗസ്റ്റ് 23-നാണ് എന്ത് ആചരിക്കുന്നത്? ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലെ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കൽ ഇന്ത്യയുടെ ബഹിരാകാശ സാഗ എന്നതാണ് ദേശീയ ബഹിരാകാശ ദിനം 2025-ലെ പ്രതിപാദം എന്ന് പറയുന്നത്. അല്ല, അത് തെറ്റാണ് കേട്ടോ. ഇത് ചന്ദ്രയാൻ ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയതാണ്. അതെ, ഇന്ത്യയിൽ, അതായത് ചന്ദ്രയാൻ ചന്ദ്രനിൽ വിജയകരമായിട്ട് ഇറങ്ങിയതിന്റെ സന്തോഷത്തിന് അല്ലെങ്കിൽ അതിന്റെ ഒരു സ്മരണയ്ക്ക്, ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയതാണ് ബഹിരാകാശ ദിനം, ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23-ന്. അപ്പൊ അത് ശരിയാണ്. അടുത്ത നാലാമത്തെ എന്താ? ഇത് ചൊവ്വ ഭ്രമണ ദൗത്യത്തിന്റെ വിജയ സൂചകമായുള്ള ആചരണമാണ്. നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ.
ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ സ്മരണയ്ക്കാണ്, വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ സ്മരണയ്ക്കായാണ് ഈ ഒരു ദിനം ആചരിക്കുന്നത്. അല്ലാതെ ചൊവ്വ ഭ്രമണപഥ ദൗത്യത്തിന്റെ വിജയകരമായിട്ടല്ല. അങ്ങനെ നോക്കുമ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നോക്കിക്കേ അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ച് പൗരന്മാർക്കിടയിൽ വർദ്ധിച്ച ആവേശവും അവബോധവും സൃഷ്ടിക്കുന്നു. അല്ലെ, എല്ലാ പ്രത്യേക ദിനത്തിന്റെയും ഉദ്ദേശം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം, അതിന് വേണ്ടിയിട്ട് ആ ഒരു പൗരന്മാർക്ക് അതിനെക്കുറിച്ചുള്ള ഓർമ്മകളും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും അത് സ്മരിക്കാനും വേണ്ടിയിട്ടാണ് പ്രത്യേക ദിനങ്ങളെല്ലാം ആചരിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അങ്ങനെയാകുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1, 3, 5 1, 3, 5 ശരിയായിട്ട് വരുന്ന പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പൊ 46ന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ, 47ാമത്തെ ചോദ്യം. പ്രപഞ്ചത്തിലെ ഓരോ കണികയും മറ്റെല്ലാ കണികകളെയും F=G*M1*M2/r² എന്ന ശക്തിയോടെ ആകർഷിക്കുന്നു എന്ന് ന്യൂട്ടന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം പ്രസ്താവിക്കുന്നു. ഇത് G ആൻഡ് R എന്നിവ യഥാക്രമം ഡാഷ് ആകുന്നു. ഇതിൽ ജിയുടേതും ആറിന്റെയുമാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂട്ടോണിയൻ ഗുരുത്വാകർഷണ സ്ഥിരാങ്കമായിട്ടുള്ള 6.674 × 10⁻⁻11 m³ കിലോഗ്രാം -1 × s⁻⁻2 ആൻഡ് പിണ്ഡ കേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരമാണ് ഈ പറഞ്ഞിരിക്കുന്ന ജിയും ആറും എന്ന് പറയുന്നത്. അതായത് 47ാമത്തെ ചോദ്യത്തിലെ എ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ. ആഗോള താപന സാധ്യത, അതായത് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, കാർബൺ ഡയോക്സൈഡിനെ അപേക്ഷിച്ച് അന്തരീക്ഷത്തിൽ ഒരു ഹരിതഗൃഹവാതകം കൊടുക്കുന്ന താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഒരു വാതകത്തിന്റെ GWP, അതായത് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ, അതിന്റെ വികിരണ കാര്യക്ഷമതയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. 3 എന്താണ്? GWP കണക്കാക്കാൻ റെഫറൻസ് ആയി ഉപയോഗിക്കുന്ന വാതകമാണ് മീഥേൻ അല്ലെങ്കിൽ CH4 എന്ന് പറയുന്നത്. അതും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. GWP അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ പലപ്പോഴും 100 വർഷത്തെ കാലയളവിലാണ് കണക്കാക്കുന്നത്. ശരിയാണ് കേട്ടോ, 100 വർഷത്തെ കാലയളവിലാണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കണക്കാക്കുന്നത്. അഞ്ചാമത്തെ നോക്കിക്കേ, ഒന്നിലധികം ഹരിതഗൃഹവാതകങ്ങളുടെ ആവാസ വ്യവസ്ഥയിലെ കൈമാറ്റങ്ങൾ സന്തുലിതമാക്കുന്നതിനും ഹരിതഗൃഹവാതകങ്ങളുടെ ഉത്പാദനം കുറയ്ക്കുന്നതിനുമുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിനും GWP ആശയം ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ 1, 4, 5 ഇവിടെ ശരിയായിട്ട് വരുന്ന പ്രസ്താവനകൾ എന്ന് പറയുന്നത്. അടുത്ത നോക്കിക്കേ, 49ാമത്തെ ചോദ്യം. IUPAC രസതന്ത്രത്തിലെ മികച്ച 10 സാങ്കേതിക വിദ്യകൾ 2024 പ്രഖ്യാപനത്തെ അടിസ്ഥാനമാക്കി ശരിയായ ഗ്രൂപ്പിങ്ങുകൾ തിരിച്ചറിയുക. ഏതാണടാ IUPAC രസതന്ത്രത്തിലെ മികച്ച 10 സാങ്കേതിക വിദ്യകൾ 2024 പ്രഖ്യാപനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ശരിയായ ഗ്രൂപ്പിംഗ് തിരഞ്ഞെടുക്കാൻ പറയുന്നത്. കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ ഇവിടെ ശരിയായിട്ട് വരുന്നത് ഏതാണ്? ആക്റ്റീവ് അഡ്സോർപ്ഷൻ, അപ്റ്റാമേഴ്സ്, അതുപോലെ എംഎക്സീൻസ്, ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റേഴ്സ് എന്നിവയാണ് ശരിയായ ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. 2024 പ്രഖ്യാപനത്തെ അടിസ്ഥാനമാക്കിയിട്ട് ശരിയായ ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത 50ാമത്തെ ചോദ്യം നോക്കിക്കേ. 2016 ആധുനിക ആവർത്തന പട്ടികയിൽ 4 പുതിയ മൂലകങ്ങൾ ചേർക്കപ്പെട്ടു. അങ്ങനെ ആവർത്തന പട്ടികയിലെ 7ാമത്തെ പീരീഡ് പൂർത്തിയായി. താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ നിന്ന് പുതുതായി ചേർത്ത മൂലകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത ഒറ്റ മൂലകം തിരഞ്ഞെടുക്കുക. എത്ര എണ്ണം ചേർത്തപ്പോഴത്തേക്കും ആണ് 7ാമത്തെ പീരീഡ് പൂർത്തിയായെന്ന് പറയുന്നത്? 4 പുതിയ മൂലകങ്ങളാണ് ചേർക്കപ്പെട്ടത്. 2016 ആധുനിക ആവർത്തന പട്ടികയിൽ 4 പുതിയ മൂലകങ്ങളാണ് ചേർക്കപ്പെട്ടത്. അങ്ങനെ ആവർത്തന പട്ടികയിലെ 7ാമത്തെ പീരീഡ് എന്ത് ചെയ്തു? പൂർത്തിയായി. അപ്പൊ ഈ താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ നിന്നും അതിൽ ഉൾപ്പെടാത്ത ഒറ്റ മൂലകം ഏതാണ് എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അതേതാണടാ? ലിവർമോറിയം ആണ്. ഓപ്ഷൻ ഡി ആയിട്ടുള്ള ലിവർമോറിയം ആണ് ഇതിൽ ഉൾപ്പെടാത്ത മൂലകം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ 50 GK ചോദ്യങ്ങളാണ് ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് 056/2025 കാറ്റഗറി നമ്പറിൽ ചോദിച്ചിട്ടുള്ള 50 GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ചോദ്യം ഉത്തരം എന്നുള്ളൊരു നിലയിൽ മാത്രമാണ് നമ്മൾ പോയത്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പോലും നിങ്ങൾക്ക് നഷ്ടമാകരുത്. വരുന്ന പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ചോദ്യം ഉത്തരം എന്ന രീതിയിൽ നമ്മൾ
പോയത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു ചാനൽ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഇത് തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇനിയും PYQ സീരീസ് ഡിഗ്രി ലെവൽ മാത്രമല്ല 10th ലെവലിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു PYQ സീരീസുമായി കാണുന്നത് വരേക്കും താങ്ക് യു.